വളരെ വിഷമമുണ്ടാക്കുന്ന വാർത്തയാണ് തൃശ്ശൂരിൽ നിന്നുള്ള വാർത്തകൾ. ഇപ്പോൾ കഴിഞ്ഞ ദിവസമായിരുന്നു അത് സംഭവിച്ചത്. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് വലിയൊരു സ്ഫോടനം ഉണ്ടാകുകയും, അതായത് പൂരത്തിന് വേണ്ടിയിട്ട് പടക്കങ്ങൾ നിർമ്മിക്കുന്ന പടക്കശാലയ്ക്ക് തീപിടിക്കുന്നൊരു സാഹചര്യമുണ്ടായി. ആഹ് കേരളത്തിൻ്റെ മനസ്സാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോൾ വളരെ വികാരധീരരായി അതിനെ കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. പൂരം എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന നയനമനോഹരമായ കാഴ്ചകളും അതേപോലെ തന്നെ വെടിക്കെട്ടുകളും ആനകളും അങ്ങനെ കേരളത്തിൻ്റെ ഒരു വളരെ മനോഹരമായിട്ടുള്ള ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു പൂരമായിട്ട് തൃശ്ശൂർ പൂരത്തെ അത് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടെന്നൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിൽ സംഭവിച്ച ഈ ദുരന്തം എന്ന് പറയുന്നത് വളരെ വിഷമിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനമായി നമ്മൾ കേട്ടത് പുറ്റുങ്ങൽ ദുരന്തമായിരുന്നു. അതിനുശേഷം വലിയ രീതിയിലുള്ളൊരു വെടിക്കെട്ട് അപകടം ഇപ്പോൾ തൃശ്ശൂർ സംഭവിച്ചിരിക്കുകയാണ്. ഇത് തടയാൻ നമുക്ക് എന്താണ് ഇനി ചെയ്യാൻ കഴിയുന്നത്? പ്രധാനമായിട്ടും അശ്രദ്ധ, പിഴവ്, ഈ രണ്ട് കാരണങ്ങളാണ് ഇപ്പോൾ ഒരു 13 ജീവൻ നഷ്ടപ്പെടാൻ, അല്ലെങ്കിൽ അതിലും ഒരുപാട് പരിക്കുകളും ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചതിന് ഒരു കാരണം. പരമാവധി അശ്രദ്ധ ഒഴിവാക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഈ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും നമുക്ക് മാറ്റം വരുത്താൻ എത്രത്തോളം പറയാൻ പറ്റുമെന്ന് അറിയില്ല. മാറ്റങ്ങൾക്കപ്പുറത്തേക്ക് ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല മനുഷ്യരുടെയും ശരീരഭാഗങ്ങൾ ചിന്നിച്ചെതറിയ അവസ്ഥയിലാണ്. പല മനുഷ്യരിപ്പോൾ വെന്റിലേറ്ററിലുണ്ട്. ജീവന് വേണ്ടി മല്ലിട്ടടിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര മനുഷ്യരുണ്ടായിരുന്നു എന്ന് കണ്ടെത്താൻ പോലും കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ മന്ത്രി രാജൻ വന്നിട്ട് മാധ്യമങ്ങളോട് പറയുന്നൊരു കാര്യമുണ്ട്. പല ആളുകളും പേടിച്ച് പറയാതിരിക്കുന്നുണ്ട്. തൻ്റെ കൂടെയുള്ള തൻ്റെ ഭർത്താവോ തൻ്റെ മകനോ തൻ്റെ സഹോദരനോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം. അവിടെ അങ്ങനെ ഒരു ഷോക്കിലിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെ അതെങ്ങനെ കൺവേ ചെയ്യാൻ പറ്റും? ആ ഒരു ഭയം അല്ല, ഇന്ന ആൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ, തൻ്റെ ഏറ്റവും അടുത്ത ഒരാളെ കാണാനില്ല, അയാൾ അവിടെ ജോലി ചെയ്തിരുന്നു എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ അയാൾക്ക് വേണ്ടി തിരച്ചിൽ നടത്താൻ കഴിയുകയുള്ളൂ. അപ്പോൾ എത്ര പേരുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 40 പറയുന്നുണ്ട്, 39 പറയുന്നുണ്ട്, 41 പറയുന്നുണ്ട്. അപ്പോൾ എത്ര പേരുണ്ടായിരുന്നു എന്ന് അവിടെയുള്ളവർക്ക് പോലും അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരുപാട് പേര് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലർ വെളിയിൽ പോയതുകൊണ്ട് രക്ഷപ്പെട്ടു, ചിലർ ഓടി രക്ഷപ്പെട്ട ആളുകളുണ്ട്. കണ്ടപ്പോൾ തന്നെ ചിലർ മരണത്തിൽ അവസാനിക്കുന്നൊരു സാഹചര്യമായി. എന്ത് തന്നെയാണെങ്കിലും ഇതിപ്പോൾ 1-2 തവണയല്ല. അപ്പോൾ ഒരുപാട് വർഷക്കാലമായിട്ട് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഇതിനു മുന്നേയും ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള അപകടങ്ങളുണ്ടായിരുന്നു. പിന്നീട് ഇതെല്ലാം വലിയ രീതിയിൽ കർശന നിയമ നടപടിയിലൂടെ കടന്നു വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്ക് വെച്ചപ്പോഴും അത് നിന്നുപോയി. എനിക്കൊന്ന് പുറ്റുങ്ങൽ ദുരന്തത്തിന് ശേഷം വലിയ രീതിയിലുള്ള കർശന നിയമ നടപടികൾ ഉണ്ടായിരുന്നു. വലിയ രീതിയിൽ ഇപ്പം എന്തിനാണെങ്കിലും സർക്കാരിൽ നിന്നുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ടായിരുന്നു, എങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്യേണ്ട എന്നുള്ളത്. ഇതെല്ലാം ഇന്ന് കാറ്റിൽ പറത്തി ആർക്ക് വേണമെങ്കിലും എന്തും ചെയ്യാൻ കഴിയുന്നൊരു സാഹചര്യത്തിലേക്ക് മാറിയിരുന്നു. ഇത് തന്നെയല്ല ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇത്തരത്തിലുള്ള ദുരന്തം നടക്കാനുള്ളത്. അതായത് പുറ്റിങ്ങൽ വെടിക്കെട്ടപകടത്തിൽ കൊല്ലപ്പെട്ട 130ഓളം പേരാണ്. അത് കണക്കിനെയും ശരിയാണോ എന്നറിയില്ല. അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിൽ മാത്രം ഈ പൂരത്തിനോടനുബന്ധിച്ച് 8ഓളം തവണ ഇതുപോലെ വെടിക്കെട്ട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1980കളിൽ ആ ഒരു സമയത്ത്, അതായത് 90-നോടടുപ്പിച്ചുള്ള സമയത്ത് ഇതുപോലെ വെടിക്കെട്ടുകൾ അത് 1.5 വർഷത്തിൻ്റെ ഗ്യാപ്പിൽ 2 തവണ അടുപ്പിച്ച് സംഭവിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് 2026 എത്തുമ്പോഴും 8 തവണയോളം ഇതുപോലെ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ അപകടങ്ങളെല്ലാം ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത അളവിൽ വെടിമരുന്ന് എത്തിക്കുക, അല്ലെങ്കിൽ ലൈസൻസിൽ കവിഞ്ഞ് ഈ വെടിമരുന്ന് എത്തിക്കുന്നതാണ് ഏറ്റവും വലിയൊരു അപകടത്തിന് കാരണമാകുന്നത്. കാരണം ഈ പൂരത്തിന് വെടിക്കെട്ടൊരു ആവേശമാണ്, ഒരു ഹരമാണ് പൂരപ്രേമികൾക്ക്. ഈ വെടിക്കെട്ട് അത്ര ശരിയായില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു പൂരത്തിൻ്റെ പൊലിമ നഷ്ടപ്പെടും. അപ്പോൾ അതിങ്ങനെ ഒരു പരാതി ഉണ്ടാവാതിരിക്കാൻ മാക്സിമം ഒരു എഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി അളവിൽ കൂടുതൽ ലൈസൻസിൽ കൊള്ളിക്കാവുന്നതിൽ കൂടുതൽ വെടിമരുന്ന് പുറത്തുനിന്ന് എത്തിക്കുന്നു. അത് ചെറിയൊരു അശ്രദ്ധ മൂലം ഒരു തീയിലൂടെയാണ് ഈ വലിയ വിപത്ത് സംഭവിക്കുന്നത്. അതെ, ഒരു നേരത്തെ അശ്രദ്ധയും അല്ലെങ്കിൽ ഒരു നിമിഷത്തെ അശ്രദ്ധയും അല്ലെങ്കിൽ ഒരു ചെറിയൊരു തീപ്പൊരി, അതാണ് ഇത്രയേറെ മരണത്തിന് കാരണമാകുന്നത്. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ഉണ്ടായിരുന്നു. തൃശ്ശൂർ പോയ സമയത്ത് നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ അവർക്കൊരു വികാരമാണ്. തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികാരമാണ്. തൃശ്ശൂർക്കാർക്ക് മാത്രമല്ല, കേരളത്തിൽ അല്ലെങ്കിൽ ലോക മലയാളികൾക്ക് പൂരം എന്നാൽ തൃശ്ശൂർ പൂരമാണ്.
അതെ, പൂരങ്ങളുടെ പൂരമാണ്. ഇപ്പോൾ രാജാക്കന്മാരെന്ന് പറയുന്നത് പോലെ തൃശ്ശൂർ പൂരമാണ് കേരളത്തെ തന്നെ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ളൊരു ഫെസ്റ്റിവലാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. എക്കണോമിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഉള്ളവൻ്റെ കയ്യിൽ നിന്നും ഇല്ലാത്തവൻ്റെ കയ്യിൽ നിന്നും എല്ലാം പണം വന്നു ചേരുന്നൊരു സാഹചര്യമാണ്. എല്ലാവർക്കും അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഒരു പൂരം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു കൊല്ലത്തെ പ്രിപ്പറേഷനാണ് അടുത്ത പൂരത്തിന് വേണ്ടിയിട്ട്. അപ്പം ആ ഒരു കൊല്ലവും അടുത്ത പൂരത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും നോക്കിക്കാണുന്നത്. എവിടെ പോയി കഴിഞ്ഞാലും പൂരത്തിന് നാട്ടിൽ വരുന്ന ആളുകൾ അവിടെയുണ്ട്. അപ്പോൾ തൃശ്ശൂർ ടൗണിൽ വന്ന് ജീവിച്ച് അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് അതൊരു വികാരമാണ്. ഇപ്പോൾ ആനയാണെങ്കിലും ഇത്തരത്തിലുള്ള വെടിക്കെട്ടുകളാണെങ്കിലും അവരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. എല്ലാ കൊല്ലവും ഇപ്പോൾ ആന, ഇപ്പോൾ മേളം, പൂരം, പൂരത്തിനുള്ള വെടിക്കെട്ടുകൾ, ഇതെല്ലാം അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഒറ്റയടിക്ക് അത് പറിച്ചെടുത്ത് കളയാൻ കഴിയില്ല. ഇപ്രാവശ്യം ആചാരത്തിൻ്റെ ഭാഗമായിട്ട് നടത്താം, ഇത്തരത്തിലുള്ള സർക്കാർ എന്താണോ പറയുന്നത് അതുപോലെ ചെയ്യാമെന്ന് ക്ഷേത്ര കമ്മിറ്റിക്കാർ കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും സർക്കാരിൻ്റെ കയ്യിലാണ് ഇനി എങ്ങനെയാണ് ഈ പൂരം നടക്കാൻ പോകുന്നത് എന്നുള്ളത്. കഴിഞ്ഞ പൂരം വളരെ മോശമായി നടന്നൊരു പൂരമായിരുന്നു. വിവാദങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂരം കാണാൻ വന്ന ആളുകളെ അടിച്ചോടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരളത്തിന്റെ പോലീസ് എത്തി. കേരള പോലീസിനെതിരെ 3 റിപ്പോർട്ടുകൾ സമർപ്പിച്ചിരുന്നു. ആ 3 റിപ്പോർട്ടുകൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കേരള പോലീസിന് കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട് എന്ന് പറയുന്ന രീതിയിലേക്ക് ആ വിഷയം പോയി. ജില്ലാ കളക്ടർക്ക് അറിയാമായിരുന്നു ഉത്സവം അലങ്കോലമാക്കാൻ വേണ്ടിയിട്ട് ചില പോലീസുകാർ പ്രവർത്തിച്ചു എന്നുള്ള റിപ്പോർട്ടുകളായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പൂരവും നശിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും മുന്നിട്ടിറങ്ങിയോ എന്നുള്ളതും ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഇപ്പോൾ ഒരുപാട് ദുരൂഹതകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ആദ്യം തന്നെ ഞാൻ കണ്ടപ്പോൾ എവിടുന്ന് ഒരു തീ വന്ന് പതിക്കുന്നതായിട്ട് കണ്ടു, പിന്നീട് ഒരു സ്ഫോടനമായിരുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പം അതൊക്കെ ഒരുപാട് ദുരൂഹതകൾ വരുത്തുന്ന ഒരു കാര്യമാണ്. സ്വാഭാവികമായിട്ടും മറ്റു ചില ചാനലുകൾ ഞാൻ കണ്ടിരുന്നു, അവിടെ ഉണക്കാനിട്ടിരുന്ന തിരി, ഇപ്പോൾ പടക്കത്തിന് വേണ്ടിയിട്ട് വെക്കുന്ന തിരിയുണ്ട്, അത് ഈ രാസവസ്തുക്കൾ കുഴച്ചതിന് ശേഷം ഉണക്കാൻ വേണ്ടിയിട്ടും ഉണക്കി തിരിച്ചെടുത്തൊരു സാഹചര്യത്തിൽ തീപ്പൊരി ഉണ്ടായി. അങ്ങനെ ചൂട് കൊണ്ട് പൊട്ടിത്തെറിച്ചതാണ് എന്ന് പറയുന്നൊരു സാഹചര്യമുണ്ട്. അങ്ങനെ ഉണ്ടായ സ്പാർക്കിൽ നിന്നുണ്ടായ തീയാണ് എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിലെ താപനിലയാണ് കാരണമെന്ന് പറയപ്പെടുന്നു. അതായത് വർദ്ധിച്ചു വരുന്ന ചൂട്. അതെ, നമുക്കറിയാം ഇപ്പോൾ ഉണ്ടാകുന്ന ചൂട് തന്നെ വളരെ അതിശക്തമായിട്ടുള്ള ചൂടാണ്. അപ്പോൾ എന്തു തന്നെയാണെങ്കിലും ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകാം. പക്ഷേ ജീവൻ നഷ്ടപ്പെട്ടു പോയത് സാധാരണപ്പെട്ട മനുഷ്യരുടേതാണ്, അന്നത്തെ അന്നത്തിന് വേണ്ടി ജീവിക്കുന്ന ആളുകളുടേതാണ്. അപ്പോൾ പൂരം കാണാൻ വരുന്നവർ മേളം കണ്ടിട്ട് വെടിക്കെട്ടൊക്കെ കണ്ടിട്ട് ഇപ്രാവശ്യം കൊള്ളാമായിരുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ അത്ര പോരാ എന്ന് പറഞ്ഞു പോകുന്നതിന് അപ്പുറത്തേക്ക് പിന്നിലുള്ള എഫർട്ട് ആരും മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ്. അവർ ആ ഒരു ജീവൻ പണയം വെച്ചാണ് ഈ ഒരു ജോലി ചെയ്യുന്നുള്ളതാണ്. എന്താണെങ്കിലും ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിന് പടക്കം പൊട്ടിക്കുന്ന സാഹചര്യത്തിലാണെങ്കിലും എന്തെങ്കിലും ഒരു കൈപ്പിഴ വന്നു പോയി കഴിഞ്ഞാൽ അവിടെ വരുന്ന ജനങ്ങളെയും കൂടെ അഫക്റ്റ് ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ ആനകൾക്ക് വേണ്ടിയിട്ട് മുറവിളി കൂട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. ആനപ്രേമികൾ മാത്രമാണെന്ന് അല്ല, ആനയെ പണിയെടുപ്പിക്കരുത് എന്നൊക്കെ പറയുന്ന ആളുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ആനകളും ഈ വെടിക്കെട്ടുകളും അതേപോലെ തന്നെ കുടമാറ്റവും ഓരോ ആചാരങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഒരിടത്തു നിന്ന് ദേവൻ അടുത്ത സ്ഥലത്തേക്ക് വരുന്നു, ഭഗവതിമാർ വരുന്നു, ഇവരെല്ലാം വന്ന് മാറി മാറി പോകുന്നു. അപ്പോൾ ഒരുപാട് ആചാരത്തിൻ്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ ഒരുപാട് ചരിത്രങ്ങൾ പറയുന്നൊരു കഥ തൃശ്ശൂർ പൂരത്തിനുണ്ട്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും അപകടങ്ങളില്ലാത്ത രീതിയിൽ പൂരങ്ങളാണെങ്കിലും എന്താണെങ്കിലും നടക്കട്ടെ. ഇനിയുള്ള നാളുകളിലാണെങ്കിലും കൂടുതൽ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇടപെടേണ്ടതുണ്ട്. കാരണം അവിടെ വരുന്ന മനുഷ്യരുടെ ജീവിതം കൂടിയാണ് ഒരു പൂരം. ആ പൂരത്തിന് വന്ന് പല വിഷയങ്ങളും ഉണ്ടാകുമ്പോൾ അത് നമ്മൾ കണ്ടു നിൽക്കുന്ന സാധാരണപ്പെട്ട മനുഷ്യർക്ക് ചില മനുഷ്യരുടെ ജീവൻ പൊലിഞ്ഞതായിരിക്കാം. പക്ഷേ എത്ര കുടുംബങ്ങൾക്കാണ് അനാഥമാകുന്നതെന്നൊരു യാഥാർത്ഥ്യമാണ്. എന്തു തന്നെയാണെങ്കിലും സർക്കാർ ഇടപെടേണ്ടതുണ്ട്. അടുത്ത പൂരമാണെങ്കിൽ പോലും പൂരങ്ങൾ വളരെ മനോഹരമായി നടക്കണം. ഒരു പ്രശ്നവുമില്ലാതെ ഇത്തരത്തിലുള്ള സുരക്ഷാ വീഴ്ചകൾ വരുത്താത്ത രീതിയിൽ എല്ലാ ഉത്സവങ്ങളും നടത്തേണ്ടത് സർക്കാരിൻ്റെ കൂടെ ബാധ്യതയാണ്.